ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര കൂർക്ക വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സുകൾ കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ട് എന്നിരിക്കലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കത്തിയൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലൊന്നും ഒട്ടും കറ പിടിക്കാത്ത രീതിയിലാണ് നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ കൂർക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം. പക്ഷേ ഇത് ക്ലീൻ ആക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പലരും തന്നെ ഇത് അങ്ങനെ വാങ്ങാനായിട്ട് മടി കാണിക്കുന്നവരുമായിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ 3-4 രീതികൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3-4 രീതികളായിട്ട് കാണിക്കുന്നത് കാരണം കുറച്ച് കൂർക്ക എടുത്തിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൂർക്കയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ കൂർക്കയൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വരുമ്പോൾ ഒരുപാട് മണ്ണൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ അത് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് അതിലുള്ള മണ്ണുകളൊക്കെ ഒന്ന് ശരിക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ മണ്ണോട് കൂടി തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂർക്കയിലൊക്കെ അതൊരു പ്രത്യേക കറിയായിട്ട് മാറാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഇതാ ഒരു 2-3-4 പ്രാവശ്യം ഞാൻ ഇതേപോലെ കഴുകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കഴുകുന്ന സമയത്ത് ഇതേപോലെ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഈ ഒരു തൊലിയൊക്കെ തന്നെ നമ്മൾ ആ കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പോകാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് അതിലുള്ള അത്യാവശ്യം തൊലികളൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറ കയ്യിൽ പിടിക്കില്ല എന്നതാണ് ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് ഇങ്ങനെ ഞെരടി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ 2 കൈയിലും കറയൊക്കെ പിടിച്ചിട്ട് കൈയൊക്കെ ആകെ വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമുക്ക് ഒരു സുഖം കിട്ടില്ല. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതേപോലെ പ്രസ് ചെയ്ത് ഞെരടി കളയാനായിട്ട്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 3/4 ഭാഗത്തോളം തന്നെ അതിലുള്ള തൊലികളൊക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോണത് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് അപ്പോഴതൊക്കെ വാടിപ്പോയ പോലെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കുറച്ച് സമയം മാത്രം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 1 മിനിറ്റിലൊക്കെ താഴെ മാത്രം വെച്ചാൽ മതിയായിരിക്കും. അപ്പോഴേക്കും തന്നെ അതിൽ ബാക്കിയുള്ള ആ ഒരു തൊലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ അടർന്ന് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കയ്യിൽ കറ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മൾ കത്തിയൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് വീണ്ടും ഒന്ന് ഞെരടി ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുത്താൽ മാത്രം മതിയായിരിക്കും. വെള്ളം മാറ്റിയിട്ട് 2-3 പ്രാവശ്യമായിട്ട് അതേപോലെ ചെയ്തെടുക്കുക. അപ്പോഴേക്കും തന്നെ അതിലുള്ള തൊലികളെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത്, ഇത് ഒരുവിധം എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലടുപ്പിക്കുക. അല്ലെങ്കിൽ ഒരു വിസിൽ വരുന്നതിന് മുന്നേ തന്നെ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ആ ഒരു തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അത് റെസിപ്പികൾ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിൽ ഒന്നുകൂടി ഇഷ്ടമല്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത്, ഇതേപോലെ ഞാനൊരു ഹോർലിക്സിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൂർക്ക നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ചിരട്ട ചെറിയ പീസുകളാക്കിയിട്ട് പൊട്ടിച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചിരട്ടയുടെയൊക്കെ ഒരു കൂർത്ത ഒരു ഭാഗമൊക്കെ ഉള്ളത് കാരണം തന്നെ അതിങ്ങനെ കൂർക്കയിൽ തട്ടുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കുലുക്കിയെടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് നമുക്ക് ഇതേപോലെ ചെയ്യേണ്ട കാര്യമില്ല. വളരെ കുറച്ച് സമയം ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് കുലുക്കിയെടുക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള തൊലിയൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് തുടങ്ങും കേട്ടോ. ഇനി നമുക്കിത് വെള്ളം മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ ഒന്ന് കുലുക്കിയെടുക്കാം. അപ്പോഴേക്കും തന്നെ അതിലുള്ള കംപ്ലീറ്റും തൊലികളും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമുക്ക് കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് പറയുന്നത്,
കൂർക്ക നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ ഒരുപാട് ടിപ്പുകൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ ഈ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കൂർക്ക ആദ്യം തന്നെ നന്നായിട്ട് മണ്ണൊക്കെ പോകുന്നത് വരെ നല്ലപോലെ വെറുതെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അതിലുള്ള മണ്ണ് മുഴുവൻ പോകാനായിട്ട് ഒരു 2 പ്രാവശ്യം കൂടിയായിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കൂർക്ക കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആരും തന്നെ മടി കാണിച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനൊരു വലിയ ബോട്ടിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര അതിൽ കൊള്ളുന്ന അത്രയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുറച്ച് മൂർച്ചയുള്ള പോലെ ഉള്ളതാണല്ലോ. എന്നിട്ട് കുറേയൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 സ്പൂണൊക്കെ മതിയായിരിക്കും. നമ്മൾ എത്രത്തോളം കൂർക്ക ക്ലീൻ ആക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കുലുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും തന്നെ അതിലുള്ള തൊലികളൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും. വളരെ സിമ്പിളാണ് നമുക്ക് ഇതേപോലെ ക്ലീനാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിലുള്ള തൊലിയൊക്കെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യമായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ല ക്ലീനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കത്തിയൊക്കെ ഉപയോഗിച്ച് ചിരണ്ടി അങ്ങനെ ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ടാണ് പലരും ഇത് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരുപാട് മടി തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ തന്നെ വേണ്ടാന്ന് തോന്നുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ ഈ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ചില കുറുക്കയിലൊക്കെ ഇതേപോലെ നാരുകളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ചിലതൊക്കെ കേടായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് കത്തി വെച്ചിട്ട് ആ ഒരു ഏരിയ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ 2-3 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞിടുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് ഇടുന്നതും നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കറകളൊന്നും കറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ചിലരൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരായിരിക്കും. ഇപ്പോൾ വൈകുന്നേരമൊക്കെ തയ്യാറാക്കിയിട്ട് രാവിലത്തേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമ്മൾ ക്ലീനാക്കി അരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അരിയാതെയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ മൂടി നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കറിയൊന്നും പിടിക്കാതെ തന്നെ കളറൊന്നും മാറാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.